വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഞ്ജലി ദേവദാസ് ബയോഹബ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് കൺജനിറ്റൽ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഡിസീസസ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. കൺജനിറ്റൽ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറഞ്ഞാൽ ഈ ഡിസീസ് ഇറ്റ് ഈസ് പ്രസൻറ്റ് അറ്റ് ബർത്ത് resulting from genetic defect that weaken the immune system, thereby increasing the likelihood of frequent and severe infection. അപ്പോൾ ഈ ഒരു കൺജനിറ്റൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ജനിക്കുന്ന ടൈമിൽ തന്നെ കാണണം. അതായത് എന്തെങ്കിലും ജനറ്റിക് ഡിഫക്റ്റ് കൊണ്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്കൺ ആവുന്നതുകൊണ്ട് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഏതൊക്കെയാണ് കൺജനിറ്റൽ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഡിസീസ് നോക്കാം. ഫസ്റ്റ് SCID, അതാണ് സിവിയർ കമ്പൈൻഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി. ഓക്കെ, ഈ ഒരു ഡിസീസ് വരുമ്പോൾ എന്താണ് SCID അറൈസ് ഫ്രം ഡിഫക്ട്സ് ഇൻ ലിംഫോസൈറ്റ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ലിംഫോസൈറ്റ് ഡെവലപ്മെൻറ്റിന് ഉണ്ടാവുന്ന ഡിഫക്ട്സ് കൊണ്ടാണ് SCID ഉണ്ടാവുന്നത്. അഫക്റ്റിംഗ് എയ്തർ T സെൽസ് ഓർ ബോത്ത് T ആൻഡ് B സെൽസ്. ഒന്നില്ലെങ്കിൽ T സെൽസിനെ മാത്രമോ അല്ലെങ്കിൽ T സെൽസിനെയും B സെൽസിനെയും അഫക്റ്റ് ചെയ്യും. അപ്പോൾ SCID എന്ന് പറഞ്ഞാൽ ലിംഫോസൈറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്ന ഡിഫക്റ്റ് കൊണ്ട് ഉണ്ടാവുന്നതാണ്. ഇത് T സെൽസിനെയോ അല്ലെങ്കിൽ T സെൽസിനെയും B സെൽസിനെയും അഫക്റ്റ് ചെയ്യും. ദിസ് റിസൾട്ട് ഇൻ മാർക്ക്ഡ് ഡിക്രീസ് ഇൻ സർക്കുലേറ്റിംഗ് lymphocytes, compromised T cell mediated immune response and recurrent severe infection. അപ്പോൾ T സെൽസിനെയും അല്ലെങ്കിൽ T സെൽസിനെയും B സെൽസിനെയും ബാധിച്ചാൽ എന്ത് സംഭവിക്കും? ആ ഒരു ലിംഫോസൈറ്റിന്റെ എണ്ണം കുറയുകയും നമുക്ക് ഇൻഫെക്ഷൻസ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതായത് ഈ ഒരു ഫിഗർ നോക്കിക്കേ, നോർമൽ ആയിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റം ആണെങ്കിൽ ഇപ്പോൾ ഒരു അവിടെ T സെൽസും B സെൽസും ഉള്ളത് കൊണ്ട് ഇൻഫെക്ഷൻസ് ഒക്കെ വരും, അതിനെ ഫൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ SCID ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഇവിടെ ഇമ്മ്യൂൺ റെസ്പോൺസ് ഡിക്രീസ്ഡ് ആണ്, കാരണം T സെൽസും B സെൽസും ഇല്ല, അതുകൊണ്ട് ഇൻഫെക്ഷൻസിനെ ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി അടുത്തൊരു രോഗമാണ് അറ്റാക്സിയ. Ataxia is a disorder caused by mutation in kinase gene that regulates cell cycle. അപ്പോൾ സെൽ സൈക്കിളിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന കൈനേസ് ജീനിന് ഉണ്ടാവുന്ന മ്യൂട്ടേഷൻ കൊണ്ടാണ് അറ്റാസിയ എന്ന് പറയുന്ന ഒരു ഡിസോർഡർ ഉണ്ടാവുന്നത്. ആൻഡ് ദീസ് ലീഡ്സ് ടു ഡെഫിഷ്യൻസി ഇൻ IgA ആൻഡ് ഒക്കേഷണലി IgE. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ പറയുന്ന കൈനേസ് ജീനിന് മ്യൂട്ടേഷൻ സംഭവിക്കുമ്പോൾ പിന്നീട് IgAക്ക് ഡെഫിഷ്യൻസി സംഭവിക്കുകയാണ്. ഓക്കെ, ആൻഡ് ഡിഫിക്കൽറ്റി വിത്ത് ബാലൻസ് ആൻഡ് കോർഡിനേഷൻ ഡിഫിക്കൽറ്റീസ് ഉണ്ടാവും. ആൻഡ് ഒക്കറൻസ് ഓഫ് ബ്രോക്കൺ കാപ്പിലറീസ്, അതിനെയാണ് ടെലിങ്കാക്ടാസിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മളുടെ സെൽ സൈക്കിളിനെ റെഗുലേറ്റ് ചെയ്യുന്ന കൈനേസ് ജീൻ ഉണ്ടാവുന്ന മ്യൂട്ടേഷൻ കൊണ്ടാണ് അറ്റാക്സിയ ഉണ്ടാവുന്നത്. ഇതിന്റെ ഫലമായി IgA എന്ന് പറയുന്ന ആന്റിബോഡിക്ക് ഡെഫിഷ്യൻസി സംഭവിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ബാലൻസ് ആൻഡ് കോർഡിനേഷന് ഡിഫിക്കൽസ് ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്തതാണ് ക്രോണിക് ഗ്രാനുലോമാറ്റസ് ഡിസീസ്, CGD എന്ന് പറയും. CGD ഈസ് എ പ്രൈമറി ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഡിസീസ് ദാറ്റ് അഫക്ട് ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം. അപ്പോൾ നമ്മളുടെ ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അഫക്ട് ചെയ്യുന്നതാണ് CGD എന്ന് പറയുന്നത്. ആൻഡ് ഡിസ്ട്രപ്റ്റ് ഫാഗോസൈറ്റോസിസ് ബൈ മാക്രോഫേജസ്. നമുക്കറിയാം, എന്തെങ്കിലും ഒരു പാത്തജൻ വരുമ്പോൾ മാക്രോഫേജസ് അതിന് വിഴുങ്ങിക്കളയാറുണ്ട്. അതിന് സമ്മതിക്കില്ല, ആ ഫാഗോസൈറ്റോസിസിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യും ഈ ഒരു CGD ഉള്ള സമയത്ത്. ദർ ആർ 2 മെയിൻ ഫോം, എക്സ്-ലിങ്ക്ഡ് ഫോം ആൻഡ് ഓട്ടോസോമൽ റെസസീവ് ഫോം. അപ്പോൾ ഈ ഒരു CGD എന്ന് പറഞ്ഞാൽ 2 ഫോംസിലുണ്ട്, എക്സ്-ലിങ്ക്ഡ് ഫോം അതുപോലെ തന്നെ ഓട്ടോസോമൽ റെസസീവ് ഫോം. സോ ഈ ഒരു കണ്ടീഷൻ വരുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ ഓക്സിഡേറ്റീവ് പാത്വേക്ക് ഡിഫക്റ്റ് സംഭവിക്കും. ഓക്കെ, ഇപ്പോൾ CGD വരുമ്പോൾ എന്താ സംഭവിക്കുക? ഓക്സിഡേറ്റീവ് പാത്വേക്ക് ഡിഫക്റ്റ് വരും. ഈ ഓക്സിഡേറ്റീവ് പാത്വേ എന്ന് വെച്ചാൽ എന്താണ്? ഓക്സിഡേറ്റീവ് പാത്വേയുടെ സമയത്താണ് ഈ പറയുന്ന ഫാഗോസൈറ്റ്സുകൾ എന്താ ചെയ്യുന്നത്? ഫാഗോസൈറ്റ്സുകൾ എന്ത് ചെയ്യും? ഹൈഡ്രജൻ പെറോക്സൈഡ്സുകൾ പ്രൊഡ്യൂസ് ചെയ്ത് ബാക്ടീരിയനെ എലിമിനേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഓക്സിഡേറ്റീവ് പാത്വേ വഴിയാണ്. ഓക്കെ, ഓക്സിഡേറ്റീവ് പാത്വേക്ക് ഡിഫക്റ്റ് വരുമ്പോൾ എന്താ സംഭവിക്കുക? ഫാഗോസൈറ്റുകൾക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയുമില്ല, ബാക്ടീരിയനെ എലിമിനേറ്റ് ചെയ്യാനായിട്ടും പറ്റില്ല. ഓക്കെ, ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ചില ജീനുകൾക്ക് ഉണ്ടാവുന്ന മ്യൂട്ടേഷൻ ആണ്. ഏത് ജീനാണ്? നമ്മളുടെ PHOX91 ജീൻ എന്ന് പറയുന്ന ഒരു ഫാഗോസൈറ്റ് ഓക്സിഡേസ് കോംപ്ലക്സിൽ വരുന്ന ഒരു ജീനാണ്. ആ ഒരു ജീനിന് മ്യൂട്ടേഷൻ സംഭവിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്? CGDയുടെ ഫുൾ ഫോം എന്താണ്? ക്രോണിക് ഗ്രാനുലോമാറ്റസ് ഡിസീസ്. ഇതൊരു ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അഫക്ട് ചെയ്യുന്നത്. ഫാഗോസൈറ്റോസിസ് നടക്കില്ല, അതായത് മാക്രോഫേജസിന് ഫാഗോസൈറ്റോസിസ് നടക്കില്ല. ഇത് 2 ഫോംസ് ഉണ്ട്, എക്സ്-ലിങ്ക്ഡ് ഫോമും അതുപോലെ തന്നെ ഓട്ടോസോമൽ റെസസീവ് ഫോം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? ഓക്സിഡേറ്റീവ് പാത്വേക്ക് ഡിഫക്ട്സ് സംഭവിക്കും. അപ്പോൾ ഫാഗോസൈറ്റുകൾക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ്സ് ഉണ്ടാക്കാൻ പറ്റൂല, അതുകൊണ്ട് ബാക്ടീരിയനെ എലിമിനേറ്റ് ചെയ്യാനും പറ്റൂല. അപ്പോൾ ഇത് മ്യൂട്ടേഷൻ എന്താണ്? PHOX91 ജീൻ ഉണ്ടാവുന്ന മ്യൂട്ടേഷൻ കൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത്. ഇതിന്റെ ഫലമായിട്ട് എക്സസീവ് ഇൻഫ്ലമേഷൻസ് കാണിക്കും, ഗ്രാനുലോമ ഫോർമേഷൻ കാണിക്കും, അതുപോലെ തന്നെ ബാക്ടീരിയൽ ആൻഡ് ഫംഗൽ ഇൻഫെക്ഷൻസ് കൂടാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്.
Okay, and in addition to ineffective bacterial killing, their mononuclear cells exhibit reduced antigen presenting capability. അതുപോലെ തന്നെ ആന്റിജനെ പ്രസന്റ് ചെയ്യാനുള്ള കഴിവ് കുറയും, ആന്റിജനെ പ്രോസസ് ചെയ്യുന്നതും പ്രസന്റ് ചെയ്യുന്നതിനെയൊക്കെ ബാധിക്കും. അതാണ് CGD, ക്രോണിക് ഗ്രാനുലോമാറ്റസ് ഡിസീസ്. ഓക്കെ, ഇനി അടുത്തതാണ് വിസ്കട്ട് ആൽട്രിച്ച് സിൻഡ്രോം. അതിനാണ് WAS, വിസ്കട്ട് ആൽട്രിച്ച് സിൻഡ്രോം. ഇതൊരു റയർ എക്സ്-ലിങ്ക്ഡ് ജനറ്റിക് ഡിസോർഡർ ആണ്. ഇത് മെയിൻ ആയിട്ട് മെയിൽസിനെയാണ് അഫക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു റയർ എക്സ്-ലിങ്ക്ഡ് ജനറ്റിക് ഡിസോർഡർ ആണ്, മെയിൽസിനെയാണ് അഫക്ട് ചെയ്യുന്നത്. ഈ ഒരു WAS ഉള്ളവർക്ക് ഒരു ക്ലാസിക് ട്രയാഡ് കാണിക്കുന്നുണ്ട്. അവരുടെ മെയിൻ ഫീച്ചറാണ് ക്ലാസിക് ട്രയാഡ്. ക്ലാസിക് ട്രയാഡ് എന്ന് വെച്ചാൽ 3 ഫീച്ചേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? മൈക്രോ ത്രോംബോസൈറ്റോപീനിയ, എക്സിമ, അതുപോലെ തന്നെ റിക്കറന്റ് ഇൻഫെക്ഷൻസ്. അപ്പോൾ മൈക്രോ ത്രോംബോസൈറ്റോപീനിയ എന്ന് പറഞ്ഞാൽ പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട് കുറവായിരിക്കുള്ളൂ. എക്സിമ എന്ന് പറഞ്ഞാൽ സ്കിൻ ഇൻഫ്ലമേഷൻസ് കാണിക്കും. പിന്നെ റിക്കറന്റ് ഇൻഫെക്ഷൻസ്, എപ്പോഴും ഇങ്ങനെ ഇൻഫെക്ഷൻ, കാരണം ഇമ്മ്യൂൺ സിസ്റ്റം വീക്കൺ ആയതുകൊണ്ട് എപ്പോഴും ഇൻഫെക്ഷൻസ് വരും. ഈ 3 ക്യാരക്ടേഴ്സിൽ, ഈ 3 ഫീച്ചേഴ്സുകൾ കാണിക്കുന്നതാണ് ഈ ഒരു WASൽ. അപ്പോൾ ഇതിന്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഇത് ആദ്യമായിട്ട് ഈ പറയുന്ന WAS എന്ന് പറയുന്ന രോഗം ആദ്യമായിട്ട് കണ്ടെത്തിയത് ആൽഫ്രഡ് വിസ്കട്ട് ആണ് ഇൻ 1937. അദ്ദേഹം 3 ബ്രദേഴ്സിൽ നിന്നാണ് ആദ്യം ഇത് ഫൈൻഡ് ചെയ്തത്. ആ 3 ബ്രദേഴ്സിന് ഡയറിയ, എക്സിമ, അതുപോലെ തന്നെ റിക്കറന്റ് ആയിട്ടുള്ള ഇയർ ഇൻഫെക്ഷൻസ് ഉണ്ടായി. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു രോഗം ആദ്യമായിട്ട് അത് ആൽഫ്രഡ് വിസ്കട്ട് ഐഡന്റിഫൈ ചെയ്തത്. പിന്നീട് ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തത് റോബർട്ട് ആൽഡ്രിച്ച് ആയിരുന്നു. ദ ജീൻ വാസ് പിൻ പോയിന്റഡ് ഓൺ ദി എക്സ് ക്രോമസോം. അതായത് ഈ ഒരു ജീൻ എവിടെയാണ് ഉള്ളത്? എക്സ് ക്രോമസോമിലാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ കാരണം എന്തൊക്കെയാണ്? ഈ ഒരു WAS ജീനിന് ഉണ്ടാവുന്ന മ്യൂട്ടേഷൻ. WAS ജീൻ മ്യൂട്ടേഷൻ സംഭവിക്കുമ്പോൾ എന്താണ്? ഡിഫക്റ്റീവ് ആയിട്ടുള്ള WASP പ്രോട്ടീൻ ഉണ്ടാക്കും. ഓക്കെ, ഈ WASP പ്രോട്ടീൻ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ബ്ലഡ് ഫോമിംഗ് സെൽസിലുള്ളതാണ്. അത് സൈറ്റോസ്കെൽട്ടന്റെ റീമോഡലിംഗ്, ഇമ്മ്യൂൺ സെൽസിന്റെ മൂവ്മെന്റിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ് WASP പ്രോട്ടീൻ എന്ന് പറയുന്നത്. സോ ഇതിന്റെ ഡിസീസ് ഫോം എന്ന് പറയുന്നത് 3 ടൈപ്പ്. ക്ലാസിക് WAS ആണ്. എപ്പോഴും ഇങ്ങനെ ഇൻഫെക്ഷൻ വരും, എക്സിമ, ബ്ലീഡിംഗ് ഒക്കെ സംഭവിക്കും, ക്യാൻസർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. എക്സ്-ലിങ്ക്ഡ് ത്രോംബോസൈറ്റോപീനിയ എന്ന് പറയുമ്പോൾ പ്ലേറ്റ്ലെറ്റ്സ് കുറയുന്ന അവസ്ഥ. പിന്നെ എക്സ്-ലിങ്ക്ഡ് ന്യൂട്രോപീനിയ എന്ന് പറയുന്നത് ന്യൂട്രോഫിൽ ലെവൽസിനെ അഫക്ട് ചെയ്യും. ഓക്കെ, ഇതാണ് ഡിസീസിന്റെ 3 ഫോംസുകൾ: ക്ലാസിക് WAS, എക്സ്-ലിങ്ക്ഡ് ത്രോംബോസൈറ്റോപീനിയ, എക്സ്-ലിങ്ക്ഡ് ന്യൂട്രോപീനിയ. ഓക്കെ, ഇനി അതിന്റെ പാത്തോജനസിസ് നോക്കാം. അതായത് സാധാരണ രീതിയിൽ ഒരു WASP പ്രോട്ടീൻ എന്താ ചെയ്യുന്നത്? നോർമൽ WAS പ്രോട്ടീൻ സിഗ്നലിംഗ് പാത്വേനെ കണക്ട് ചെയ്യിക്കും. ഓക്കെ, ടു ദി ആക്റ്റിൻ സൈറ്റോസ്കെൽട്ടൺ. അപ്പോൾ സിഗ്നലിംഗ് പാത്വേനെ ആക്റ്റിൻ സൈറ്റോസ്കെൽട്ടനായിട്ട് കണക്ട് ചെയ്യിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുമാത്രമല്ല ആക്റ്റിൻ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ARP 2/3 കോംപ്ലക്സുകളാണ് എന്ത് ചെയ്യുന്നത്? ആക്റ്റിനെ ഉണ്ടാക്കുന്നത്. ഈ ആക്റ്റിൻ പോളിമറൈസേഷൻ ത്രൂ ARP 2/3 കോംപ്ലക്സിനൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യിക്കുന്നത് ഈ WASP പ്രോട്ടീൻ ആണ്. അതുപോലെ തന്നെ ഇമ്മ്യൂൺ സിനാപ്സ് ഫോം ചെയ്യാൻ നമുക്കറിയാം. T സെൽസിന്, അതായത് ഒരു ആന്റിജന് കിട്ടിക്കഴിഞ്ഞാൽ ആന്റിജൻ പ്രസന്റിങ് സെൽസുകൾ എന്ത് ചെയ്യും? ആ ഒരു ആന്റിജനെ പ്രോസസ് ചെയ്തിട്ട് T സെൽസിന് പ്രസന്റ് ചെയ്യാൻ കൊടുക്കുന്നത്, T സെൽസിന് ഗിഫ്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു T സെൽസും ആന്റിജൻ പ്രസന്റിങ് സെൽസിനും ഇടയിൽ ഒരു സിനാപ്സ് ഫോം ചെയ്യാറുണ്ട്, ഒരു ഇമ്മ്യൂൺ സിനാപ്സ്. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ ഒരു ഇമ്മ്യൂൺ സിനാപ്സ് ഫോം ചെയ്യാനായിട്ടാണ് WASP പ്രോട്ടീൻ നോർമൽ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ WAS പ്രോട്ടീൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? T സെൽസിന് ഇതുപോലുള്ള സിനാപ്സുകൾ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനെയുള്ള സിനാപ്സ് ശരിക്കും ആവശ്യമാണ്. കാരണം ഈ പറയുന്ന T സെൽസുകൾ ആക്ടിവേറ്റ് ആകുമ്പോൾ അത് ഉടനെ തന്നെ ഡെൻഡ്രൈറ്റിക് സെൽസിനെയും B സെൽസിനെയൊക്കെ ആക്ടിവേറ്റ് ചെയ്ത് B സെൽസിനെ കൊണ്ട് ആന്റിബോഡീസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാറുള്ളതാണ് അല്ലേ. പക്ഷേ ഈ ഇങ്ങനൊരു ഇമ്മ്യൂൺ സിനാപ്സ് ഉണ്ടായില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് ആ ഒരു ഇന്ററാക്ഷൻസ് വീക്കൺ ചെയ്യും. ഡെൻഡ്രൈറ്റിക് സെൽസും B സെൽസ് ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് നടക്കില്ല, T സെൽ മൈഗ്രേഷൻ നടക്കില്ല, B സെൽസുകൾക്ക് B സെൽസിനെയും അവ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, ലിംഫോസൈറ്റിന്റെ നമ്പർ വരെ കുറഞ്ഞു പോകും. മനസ്സിലായോ? അതാണ് ഇവിടെ WAS പ്രോട്ടീൻ ഇല്ലെങ്കിൽ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? വിസ്കട്ട് ആൽഡ്രിച്ച് സിൻഡ്രോം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഇനി അടുത്തതാണ് ലൂക്കോസൈറ്റ് അഡീഷൻ ഡെഫിഷ്യൻസി, LAD. ഈ ഒരു ഡിഫക്റ്റ് ഇതെന്താണെന്ന് വെച്ചാൽ ഇന്റഗ്രിൻ പ്രോട്ടീൻസ് ഡിഫക്റ്റ് ആവുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ലൂക്കോസൈറ്റ് അഡീഷൻ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു ഇന്റഗ്രിൻ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എപ്പോഴും ഈ വൈറ്റ് ബ്ലഡ് സെൽസിനെ ഇങ്ങനെ കണക്ട് ചെയ്യിപ്പിക്കും, ഈ ഇൻഫെക്ഷന്റെ ഭാഗത്തേക്ക് കണക്ട് ചെയ്യിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ് ഇന്റഗ്രിൻ പ്രോട്ടീൻ. ആ ഒരു ഇന്റഗ്രിൻ പ്രോട്ടീൻ ഡിഫക്റ്റ് ആവും. അപ്പോൾ എന്താ സംഭവിക്കുക? വൈറ്റ് ബ്ലഡ് സെൽസിന് ആ ഒരു ബ്ലഡ് വെസൽ വാളിലേക്ക് വന്ന് ഒട്ടിപ്പിടിക്കാനും പറ്റില്ല,
ഇൻഫെക്റ്റഡ് ടിഷ്യൂസിലേക്ക് എത്താനും പറ്റില്ല. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ്, ഹീലിംഗ് പ്രോസസ്സ് നടക്കില്ല. എപ്പോഴും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നുകൊണ്ടിരിക്കും. വൂണ്ട് ഹീലിംഗ് പ്രോസസ്സ് ഡിലേഡ് ആവും. പിന്നെ പസ് വരുന്നത് അതിന്റെ ആബ്സെൻസുകൾ. അതുപോലെ തന്നെ ഇപ്പോൾ ജനിക്കുന്ന സമയത്ത് നമ്മൾ അമ്പലിക്കൽ കോഡ് കട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അന്നേരം ഒരു ഹീലിംഗ് നടക്കണമല്ലോ, ആ മുറിവ് അതൊക്കെ ഇൻകംപ്ലീറ്റ് ആവും. അതായത് അതൊന്നും മര്യാദക്ക് നടക്കില്ല. കാരണം വൈറ്റ് ബ്ലഡ് സെൽസിന് ആ ഒരു ഇൻഫെക്റ്റഡ് ഭാഗത്തേക്ക് എത്താൻ പറ്റില്ല. കാരണം ആ ഒരു ഇന്റഗ്രിൻ പ്രോട്ടീൻ ഇവരൊക്കെ കണക്ട് ചെയ്യിപ്പിക്കുന്ന ഇന്റഗ്രിൻ പ്രോട്ടീൻ ഡിഫക്റ്റ് ആവുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഈ രോഗം ലൂക്കോസൈറ്റ് അഡീഷൻ ഡെഫിഷ്യൻസി LAD ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് CVI, ദാറ്റ് ഈസ് കോമൺ വേരിയബിൾ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി. കോമൺ വേരിയബിൾ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ജനറ്റിക് ഡിഫക്ട്സ് ഇൻ B-cell ഡിഫറൻസിയേഷൻ ആൻഡ് ആന്റിബോഡി പ്രൊഡക്ഷൻ. അപ്പോൾ B-cell ഡിഫറൻസിയേഷനും ആന്റിബോഡി പ്രൊഡക്ഷനും ഉണ്ടാകുന്ന ഡിഫക്റ്റ് കൊണ്ടാണ് കോമൺ വേരിയബിൾ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക, ഇമ്മ്യൂണോഗ്ലോബുലിന്റെ ലെവൽ വളരെയായിട്ട് കുറഞ്ഞു പോകും. ആന്റിബോഡി പ്രൊഡക്ഷനും B-cell ഡിഫറൻസിയേഷനും ഡിഫക്റ്റ് വരുമ്പോൾ എന്താണ്, ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഒക്കെ ലോ ലെവലാവും. അതുപോലെ തന്നെ എന്താണ് അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, എപ്പോഴും ഇങ്ങനെ റെസ്പിറേറ്ററി ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ഇൻഫെക്ഷൻസ് വരും, ക്രോണിക് ഡയറിയ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ലൈക്ക് എക്സാമ്പിൾ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, അതുപോലെ തന്നെ ലിംഫോമ, ഗ്യാസ്ട്രിക് ക്യാൻസർ ഒക്കെ കൂടാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇപ്പം ഇത്രേ ഉള്ളൂ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഡിസീസസ്. അപ്പം നമ്മൾ ഏതൊക്കെ പറഞ്ഞു, ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഡിസീസസ്, കൺജനിറ്റൽ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഡിസീസസിൽ വരുന്നതാണ് SCID, WAS, CVI, അറ്റാക്സിയ, CGD, LAD. ഇതൊക്കെ കൺജനിറ്റൽ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഡിസീസ് ആണ്. ഓക്കെ, താങ്ക് യു.